നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനിയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ നമുക്കിന്ന് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഷൂ ലോണ്ടറി ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഷൂ ലോണ്ടറി ട്രെയിനിങ് ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഷൂ ലോണ്ടറി ട്രെയിനിങ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ താഴത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂ ലോണ്ടറി ട്രെയിനിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷൂ ലോണ്ടറി ട്രെയിനിങ് നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. സിംഗിൾ ഡേ ട്രെയിനിങ്ങും 2 ദിവസം ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഡേ ട്രെയിനിങ് ആണെങ്കിലും 2 ദിവസം ട്രെയിനിങ് ആണെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1 ഇയർ അസിസ്റ്റൻസ് പോലെ ചെയ്യിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കമ്പനിയുടെ അകത്തേക്ക് പോകാം. കമ്പനിയുടെ അകത്ത് പോയിട്ട് കമ്പനിയുടെ അകത്ത് നടക്കുന്ന വർക്കുകളും കാര്യങ്ങളും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. മെഷീൻ ഓണാണ്, അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസും ഉണ്ടാവും. എന്നാലും നമുക്ക് കമ്പനിയുടെ അകത്തുള്ള വർക്കുകൾ ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇന്നിപ്പോൾ പോകാനുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇപ്പോൾ കമ്പനിയുടെ അകത്തേക്ക് കയറുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഡ്രയറിൽ തുണി ഉണക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഡ്രയറിലിപ്പോൾ നമുക്ക് ഹോട്ടൽ റൂംസിൻ്റെ ക്ലോത്ത്സ് ആണ് ഉണക്കാനുള്ളത്. അപ്പോൾ അത് ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ കാറ്ററിംഗ് ടീമിൻ്റെ ക്ലോത്തുകൾ ഉണക്കിയത് കിടക്കുന്നുണ്ട്, അത് മടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വർക്കുകൾ ഇന്ന് ചെയ്ത് പോകാനായിട്ട് റെഡിയായിട്ട്, ഇപ്പോൾ ഹോട്ടൽ റൂംസിൻ്റെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അത് ചെയ്ത് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അയൺ ചെയ്ത തുണികൾ ഇരിക്കുന്നുണ്ട്. ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അയൺ ചെയ്തതുണ്ട്. പിന്നെ ക്ലോത്ത്സ് ഇവിടെ കാറ്ററിംഗ് യൂണിറ്റ്സിൻ്റെ ക്ലോത്ത്സ് മടക്കിയത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്ഷനിലേക്ക് ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ ക്ലോത്ത്സ് സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 അവർ റെസ്റ്റ് ടൈമിങ് കൊടുത്തിരിക്കുകയാണ് മെഷീന്. അത് കരിമ്പനൊക്കെ അടിച്ച് വന്നിരിക്കുന്ന ക്ലോത്താണ്, അത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ മെഷീനിലാണെങ്കിൽ ഇപ്പോൾ സീലിംഗ് ക്ലോത്താണ്. സീലിംഗ് ക്ലോത്ത് നമുക്കിപ്പോൾ ബ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ബ്ലൂ കളർ ബ്രൈറ്റ്നെസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതും ഒരു ഇച്ചിരി നേരം റെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വാഷ് ചെയ്ത് കുറേ വർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ വാഷ് ചെയ്ത് ഇറങ്ങിക്കിടക്കുന്ന വർക്കുകളാണ്. ഇതെല്ലാം ഇറങ്ങിയിട്ട് നേരെ ഡ്രയറിൽ കയറ്റി ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഷൂ ലോണ്ടറി ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് സാധനങ്ങളുടെ എല്ലാം സ്കൂളുകളെല്ലാം അയക്കണം. ഫ്രൈ മാസ്റ്റർ ഫ്രൈ അല്ലെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ ഒരു ട്രീ എന്ന് പറയുന്ന സാധനം ജോൺസ്. നമ്മൾ നമ്മുടെ ഷൂ ലോണ്ടറി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തിയററ്റിക്കൽ സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മാനുവലിയാണ് ഫസ്റ്റ് ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും മെഷീൻസും കാര്യങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന രീതികൾ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മാനുവലായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ. ആദ്യം ഇത് അഴിക്കുക, അതിനുശേഷം നനയ്ക്കുക ഷൂസ് നന്നായിട്ട്, അതിനുശേഷം ലിക്വിഡ് സോപ്പ് അപ്ലൈ, അതിനുശേഷം മറ്റേ ഇവിടുന്ന് കാർബണിൻ്റെ പൂസ്റ്റ് കളയാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം കാർബണിൻ്റെ പൂസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കെമിക്കൽ അപ്ലൈ ചെയ്യുക. ബ്രഷ്, ഇതാണ് ബ്രഷ്. ഫസ്റ്റ് വാഷ് ചെയ്യേണ്ട ബ്രഷ് വരച്ച് കളയുക. അതിനുശേഷം വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. ഇത് ലെഫ്റ്റും പോവും റൈറ്റും പോവും. ലെഫ്റ്റും കറക്കാം റൈറ്റും കറക്കാം. ആ മൊത്തം ഏരിയയിൽ കവർ ചെയ്തോളൂ കേട്ടോ. അവിടെ ആ ഷൂട്ട് ചെയ്തുകൊണ്ട് സാധനം വെച്ചായിരുന്നോ? മുറുക്കി പിടിച്ചോ. അവിടെ പിടിക്കും. അങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിക്കണം, ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. കൊടുക്കുക. എന്നാലും ആ ബ്രഷ് എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹാൻഡ് ഇരുന്നാലാണ് ബലം കിട്ടത്തുള്ളൂ. സെയിം അഡ്ജസ്റ്റ്, സെയിം തന്നെ, എല്ലാം ഒറ്റ കാലം. കുറച്ചാളോട് ഞങ്ങൾ വലിയ മെഷീനൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ആഗ്രഹമൊക്കെ നടക്കും. ആഗ്രഹമല്ലേ ഫസ്റ്റ് കീ എന്ന് പറയുന്നത്. ഇതൊന്നും ചെളിയെന്നേ പറയാൻ പറ്റൂല. ആ സൈഡിൽ കണ്ടത് ചെളിയല്ല, ആ അത് ഗമ്മാവോ.
ഇനി അത് ഉരച്ച് കളയണ്ട, ഒരു പീസാ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവർ പോയി. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഡെലിവറിയും കൂടി പെൻഡിങ് ഉണ്ട്. ആ ഡെലിവറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടിയും കഴിയും. അപ്പോൾ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ.